ശ്രീധരം രാമനാഥൻ. അല്ല, സത്യ. പേര് പറഞ്ഞതാ. സീറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ബസ് പുറത്തുണ്ട് സാർ, കയറിക്കോളൂ. ഞാൻ ഇപ്പൊ വന്നേക്കാം. ഇതങ്ങോട്ട് വെച്ചോ. സ്ഥലം വാങ്ങില്ലെന്നൊന്നും അറിയില്ല, പക്ഷെ കഴിക്കാൻ ബിസ്ക്കറ്റും ജ്യൂസും വാങ്ങിക്കും. ഹായ് ഹായ് സ്വീറ്റ്. എന്റെ പേരെങ്ങനെ നിങ്ങൾക്കറിയാം? ഐ നോ എവരിതിങ്. ഞാൻ ഒന്നും പറയുന്നില്ല. വരൂ അമ്മാവ. ആരാടാ നീ അമ്മാവെന്ന് വിളിച്ചേ? അമ്മാവനല്ല, താൻ ചെറുപ്പക്കാരനാണോ? ഏയ് നിങ്ങളായിരുന്നോ? വാ വാ സാർ, കയറി വാ. ആ നിങ്ങൾ യൂത്ത് അല്ലേ? ഈ കമ്പി പിടിച്ചാൽ കയറിയാ മതി. ആന്റി ഇങ്ങ് പോരെ. എന്റെ ഗുഡ് മോർണിംഗ് സത്യ. ഓ മണിയേട്ടാ, ഗുഡ് മോർണിംഗ്. സുഖാണല്ലോ? നിന്റെ സഹായത്തെ സുഖമായിരിക്കുന്നു. എന്റെ അല്ലേ ഏട്ടാ, ദൈവത്തിന്റെ സഹായം. അതെന്താ അങ്ങനെ പറയുന്നേ? കഴിഞ്ഞ തവണ നിന്റെ കെയർ ഓഫിൽ ഒരു പ്ലോട്ട് വാങ്ങിയില്ല ഞാൻ. അത് ഡബിൾ റേറ്റിനാണ് ഞാൻ വിറ്റത്. ആ കിട്ടിയ പണം കൊണ്ട് നീ ഏത് പ്ലോട്ട് കാണിക്കുന്നോ അവിടെ 2 പ്ലോട്ട് വാങ്ങാന്ന് വെച്ച് വന്നതാ. താങ്ക്സ് മണിയേട്ടാ. ബസ് റെഡിയാ, പോയി കയറിക്കോ. ശരി, ഞാൻ തൊഴുത് കഴിഞ്ഞിട്ട് വരാം. അല്ല, ഇത് അന്ന് പ്രാർത്ഥിച്ച അതേ ദൈവം തന്നെയല്ലേ? അതേ ദൈവം തന്നെയാ. നന്നായി പ്രാർത്ഥിച്ചോ, എല്ലാം നന്നായി വരട്ടെ. നിനക്കും കമ്മീഷൻ കിട്ടണം, എനിക്കും ഒത്തിരി ലാഭം കിട്ടണം. ബസ് റെഡി. ശരി, ആയിക്കോട്ടെ. നമസ്കാരം മണിയണ്ണ. ഹായ്. വരും മണിയണ്ണ. എടാ മോനെ, നോക്കിക്കാതെ കൈ ഇങ്ങോട്ടൊന്നേ. കയ്യിൽ അഴുക്കാണ്, പോരാത്തിന് ബാച്ചലറാണ്. കുഴപ്പമില്ല, കയറിക്കോ. ഓ വേണ്ട, എന്റെ കൈ അഴുക്കാവും. വെറുതെ നിന്നെ കൈ വൃത്തിയിടാക്കുന്ന എനിക്ക് ആഹാരം കഴിക്കാനുള്ളതാ. അങ്ങോട്ട് മാറിയിക്കേ, ഞാൻ കയറിക്കോളാം. നീ തരുന്നൊക്കെ കഴിക്കാൻ കൊള്ളാവിടെ. എന്നാ പിന്നെ പുറകിലോട്ട് വല്ലതും പോയിരിക്കും. നമസ്കാരം അനിയ. ഇവിടെ താഴെ. നമസ്കാരം അനിയ, നമസ്കാരം. ഇവിടെ ദൈവത്തിന് വടവിരിക്കല്ലേ, അതുകൊണ്ട് ഷൂ കഴിക്കാന്ന് വിചാരിച്ചു. എനിക്കും എന്റെ വൈഫിനും രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്താലും സന്തോഷമായിട്ടിരിക്കുവാണല്ലോ. ഞാൻ അതല്ലേ പറഞ്ഞത്. എനിക്കും എന്റെ വൈഫിനും സൈറ്റ് കാണാൻ രജിസ്റ്റർ ചെയ്യുന്ന ഉദ്ദേശിച്ചത്. സോറി. ഇന്ന് സൺഡേ അല്ലേ, അതുകൊണ്ട് മക്കളെ എല്ലാം കൂടെ കൂട്ടി. എല്ലാരും നിങ്ങളുടെ മക്കളാണോ? എല്ലാരും മക്കളെ പോലെ തന്നെ. അങ്ങ് ഏറ്റത്ത് നിൽക്കുന്ന ഭാര്യയുടെ അനിയത്തി ഒന്നിനൊന്നിന് ഫ്രീ കിട്ടിയതാ. ചേട്ടാ തമാശേടി. അനിയൻ നല്ല പ്ലോട്ട് വരാൻ വേണ്ടി അല്ലേ അനിയ? പോയി ബസ്സിൽ കയറിക്കോളൂ, അഡ്ജസ്റ്റ് ചെയ്യാം. വളരെ ഉപകാരം. നമുക്ക് മാറിയേ. എങ്ങോട്ട് മാറാം? മക്കളെ എല്ലാം അകത്തോട്ട് കയറ്റിയിരുത്താനാ. സൂക്ഷിച്ച്. ഞാൻ തന്നെ എന്നാ ഇവിടെ പറയുന്നത്. എനിക്ക് വിശ്വാസം. ഇവർ രണ്ടുപേരും നിങ്ങളെ പോലെ തന്നെ ഉണ്ടല്ലോ. എടാ ഒന്ന് ചുമ്മാ അവരായിരത്തെ പിള്ളേരാ. ഒരു പൂജാരിയോ? മനുഷ്യ, എനിക്ക് അന്ന് നിങ്ങളെ സംശയം ഉണ്ടായിരുന്നു. തമാശ പറഞ്ഞേ, നിനക്ക് തന്നെ അറിഞ്ഞൂടെ? വണ്ടി കയറി ഇരുന്നോ. ഹായ് ബ്യൂട്ടി. ധൈര്യമായിട്ട് കൈ തന്നോ? ഹായ്. പോരുന്നോ? ഞാൻ റെഡിയാ. വാട്സ്ആപ്പ് നമ്പർ തരട്ടെ? ആധാർക്ക് വേണം. വേറെന്താ വേണ്ടേ? ഒരു പ്ലോട്ട് എന്റെ പേരില്. പ്ലോട്ടിലെ കിടക്കാൻ പായം തലനുണ്ട്. പോരുന്നോ? അതിന് വേറെ ആള് നോക്ക്. വേറെ ആരെയും കിട്ടിയില്ല. എനിക്ക് നോക്കാനാ പറഞ്ഞേ. ഒരു ലോൺ അപ്ലൈ ചെയ്തിട്ടുണ്ട്, കിട്ടുമെന്നറിയില്ല. ശരി മാമ. നടന്നില്ലല്ലേ? നടക്കാതെ എവിടെ പോവാനാ? ഏയ്, ആരാ ഫാൻ ഇട്ടത്? അങ്ങോട്ട് തിരിക്കേ. യോ മിസ്റ്റർ സത്യ, ഇതാണോ നിങ്ങളുടെ ഓഫീസ്? അതെ. സത്യം റിയൽ എസ്റ്റേറ്റ് അല്ലേ? അതെ മാഡം. സുഭാഷിണി. നൈസ് നെയിം. പക്ഷെ ഞാൻ ചോദിച്ചത് ഫോട്ടോ എന്തിനാ എടുക്കുന്നത്? ജസ്റ്റ് ഫോർ പ്രൂഫ്. പ്രൂഫ്? അതൊന്നുമല്ല, ലാൻഡ് കാണാൻ ഞങ്ങളും പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, എന്താ പിന്നെ ബസ്സിൽ പോയിരിക്കൂ, നമുക്ക് ഉടനെ പോവാം. ഹായ്, ഞാൻ ചെറിയൊരു ACP. അയാളുടെ കമ്മീഷന്റെ പാർട്ട്ണറാ. ധൈര്യമായിട്ട് കൈ കൊടുക്ക. നോ നീഡ്. ബട്ട് ഐ നീഡ്. ചേച്ചി, ചെരുപ്പൽപ്പം ലൂസാണ് കേട്ടോ. അത് വേണ്ട, അവിടെ ഇരിക്കട്ടെ. നിങ്ങൾ കയറിയിരിക്കേ. എനിക്കിനി വയസ്സായിട്ടില്ല. ചുമ്മാ പോടാ. എന്നാ പിന്നെ കയറിയിരിക്കേ. എല്ലാവരും കഴിഞ്ഞോ? കയറി പുറപ്പെടുവല്ലേ? ഓക്കെ, ധൈര്യമായിട്ട് പുറപ്പെടാം. സത്യ, അതേ ദൈവം തന്നെയല്ലേ? പ്രാർത്ഥിച്ചു. ഇവൻ ഈ പ്രാർത്ഥിക്കുന്ന ദൈവത്തെ 100% വിശ്വസിക്കാം. നിനക്ക് വെള്ളം വേണം, ജ്യൂസ് വേണം? വളരെ താങ്ക്സ് മോനെ. ഒരെണ്ണം കുടിക്കട് വെച്ചോ, ദാഹിക്കുമ്പോ കുടിക്കാം. ഇനി ഒരെണ്ണം കുടിക്കതാ കൊച്ചു കല്ല. മക്കൾക്ക് ഈ 2 വെച്ച് കൊടുത്തേക്ക്, അല്ലെങ്കിൽ അവർ ഇടയ്ക്കിടയ്ക്ക് വെള്ളം ചോദിച്ചു കളയും. ഇവിടെ വെള്ളം കൊടുക്ക. അല്ലനെയാ, വെള്ളം ചോദിച്ചു ഞാൻ ജ്യൂസ് വാങ്ങിച്ചു കൊടുക്കുന്നതാണ് എന്റെ ശീലം.
പിന്നെ നീയാ? ജ്യൂസും വെള്ളവും ഒരേ വില തന്നെയാണ് ചേട്ടാ. അങ്ങനെയാണെങ്കിൽ വെള്ളവും കൊടു, ജ്യൂസും കൊടു. വിഷത്തിനും അതേ വില തന്നെ. അത് നീ കുടി. നിന്നെ ബസ് കയറ്റി ഞാൻ വിഷം കുടിക്കണം. അച്ഛാ, ആ. ഞാൻ ഇന്ന് ബാഗ് എടുത്തില്ല. ബാഗ് എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. പ്ലാസ്റ്റിക് കൂടുതൽ തന്നിട്ടില്ലേ? അതിനകത്തോട്ട് വാരി വാരി അങ്ങോട്ട് നിറക്കി. ഒരാഴ്ചത്തേക്ക് സ്കൂളിൽ അതാണ് ലഞ്ച്. അപ്പൊ നിങ്ങൾ പ്ലോട്ട് കാണാൻ വരുന്നതല്ലേ? ചുമ്മാ ഇഷ്ടപ്പെട്ട എടുക്കാം, നോക്കട്ടെ. ആ, കണ്ടറിയണം. അതിനൊന്നും വലിയ കാര്യമില്ല. എടുക്കൂ. എന്ത് പറ്റി? ചിലപ്പോ ഞങ്ങക്ക് പ്ലോട്ട് ഇഷ്ടപ്പെടാതെ തിരിച്ചു വരാണെങ്കിലേ സ്ഥലം വാങ്ങിയില്ലല്ലോ, നല്ലോണം തിന്നുടിച്ചു പോയിരിക്കുന്നു, അങ്ങനെ കുറ്റപ്പെടുത്താനാ? അയ്യോ, ഞങ്ങൾ അങ്ങനെ പറയില്ല. എടുക്കൂ, എടുത്തോളൂ. വേണ്ട, വരുമ്പോഴേ ഞങ്ങൾ ചോദിച്ചു വാങ്ങിച്ചോളാം. ആ പ്ലോട്ട് ഇഷ്ടമായെങ്കിൽ മാത്രം. ഏയ്, എന്തിനാടാ കത്ത ഇടുന്നേ? സിനിമ ഇട്ടാ കാണില്ലല്ലോ. ഏയ്, കാണാത്ത സിനിമ എന്തിനാടാ ഇടുന്നത്? ഓ, ചേട്ടാ, വെളിച്ചം ഉണ്ടെങ്കിൽ സിനിമ കാണാൻ പറ്റില്ല ചേട്ടാ. എടേ 3 മണിക്കൂർ ബോർ അടിക്കാതിരിക്കാൻ ആ സിനിമ ഇടുന്നത്. അയ്യോ, സ്ഥലം കാണാൻ 3 മണിക്കൂർ യാത്രയുണ്ടോ? അതെ, ടൗണിൽ നിന്ന് അടുത്ത സ്ഥലമാണെന്ന് പറഞ്ഞില്ല. വളരെ അടുത്തെന്ന് പറഞ്ഞോണ്ടാ അതാണ് 3 മണിക്കൂർ. ഏത് സീഡി ഇടാൻ പോകുന്നത്? ലൂസിഫർ. കള്ള സീഡി ഇടൊന്നും ഇടരുത് ചേട്ടാ, ഒറിജിനൽ വേണമെങ്കിൽ പ്രേം നസീർ സത്യന്റെ പടങ്ങൾ മാത്രമേ ഇടാൻ പറ്റുള്ളൂ. No, 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 no. Only latest. ലേറ്റസ്റ്റ് വേണമെങ്കിൽ കള്ള ചെടികൾ മാത്രമേ ഉള്ളൂ. കള്ള സീഡി ഇടുന്നത് നിയമവിരുദ്ധമാണെന്ന് അറിയില്ലേ? എന്നാ പിന്നെ അന്താക്ഷരി കളിച്ചാലോ? അയ്യോ, അതെല്ലാം ബോറ്. ഡബ് സ്മാഷ ലേറ്റസ്റ്റ്. അപ്പൊ ഞാൻ എന്റെ ഫോൺ തരാം. എല്ലാവരും റെക്കോർഡ് ചെയ്തെന്നാൽ ടിവിയിൽ കണക്ട് ചെയ്യാം. എല്ലാവർക്കും കാണാം. ഒരു മിനിറ്റ്. ഓരോരുത്തർക്കായി കൊടുക്കും. നല്ല ഐഡിയ തന്നെ. മോളെ നന്നായിട്ട് പറയണേ. ആ, പറഞ്ഞോ മോളെ. ಇನ್ನೇಕ ದುರ್ಗಾಷ್ಟಮಿ. ഉണ്ണന കൊന്ന് ഓ രക്തത്തെ കുടിച്ച് താണ്ഡവമാടുവേ. അടുത്തതാരാ? അവളുടെ അച്ഛൻ കൊണ്ട് ചെല്ലടേ. നീ മത്സരിക്കുന്നുണ്ടോ? മോഹൻ തോമസിന്റെ അമേദ്യവും ഉജ്ജിഷ്ടവും കൂട്ടിക്കുഴച്ച് 4 നേരം മൃഷ്ടാനം വെട്ടിവിഴുങ്ങി ആസനത്തിൽ വാലും ചുരുട്ടി വെച്ച് അവന്റെയൊക്കെ കാൽ കീഴിൽ കിടന്നുറങ്ങുന്ന നിന്നെയും യവനെയും പോലുള്ളവർക്ക് ആ പേര് ചേരൂ. എനിക്ക് ചേരില്ല. ഓർത്തോ, ഐ ആം ഭരത് ചന്ദ്രൻ. ജസ്റ്റ് റിമെമ്പർ ദാറ്റ്. ജീവിതത്തിൽ ഒരുപാട് മുഖങ്ങൾ കേറി ഇറങ്ങി പോയതല്ലേ? ഓർമ്മയുണ്ടോ ഈ മുഖം? ഓർമ്മ കാണില്ല. പാപ്പന്റെ ദേഹത്ത് തൊട്ടാ പിന്നെ അവന്റെ വിധി തീരുമാനിക്കുന്നത് ഈ പാപ്പനാ. എന്നെ വിശ്വസിക്ക് പ്രീതി, എനിക്ക് നിന്നെ ഇഷ്ടമാണ്. നീ ഇല്ലെങ്കിൽ ഞാൻ ചത്ത് കളയും. നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. അത് നീയാണോ? നീയല്ലേ എന്നെ ഫോൺ ചെയ്യാറുള്ള അനിയൻകുട്ടി? നിനക്ക് എന്നെ അറിയായിരുന്നില്ലേ? ഒരു വാക്കെങ്കിലും എന്നോട് പറയായിരുന്നില്ലേ നീയാണ് അനിയൻകുട്ടിന്ന്? എന്നോട് നിനക്ക് പറയായിരുന്നില്ലേ? വിടമാട്ടെ. അപ്പൊ നീ എന്നെ എങ്കേയും പോക വിടമാട്ടെ, അയോഗ്യ നായേ. ആരാ നെക്സ്റ്റ്? അതാ മോനെ ദിനേശ, ആ അതൊക്കെ അതിമോഹമാണ് മോനെ, അതിമോഹം. അത് മനസ്സിലായില്ലേ? നൗ യു. ആ മിസ്റ്റർ സത്യ, നിങ്ങൾ പറയണം. അയ്യോ, എനിക്കറിയില്ല. ഈ കൈ കേരളത്തിന്റെ ആസ്തിയാണ്. ഈ 5 വിരലുകളിലുള്ളത് 5 കോടി എന്റെ ജനങ്ങളുടെ ശക്തിയാണ്. ഈ മുഷ്ടി ഞാൻ ചുരുട്ടിയാൽ മറ്റൊരു വ്യക്തിയും എന്റെ മുന്നിൽ ചരിത്രത്തിലേ കാണില്ല. ഇന്ന് ഫ്ലാറ്റ് വാങ്ങുന്ന എല്ലാവർക്കും പട്ടുസാരി, മുണ്ട്, ഷർട്ട് എന്നിവ സൗജന്യമായി നൽകുന്നതാണ്. ഉറങ്ങുന്നവരെല്ലാം ഉറക്കം എണീക്കൂ. വേഗം വേഗം എല്ലാരും ഇറങ്ങൂ. സിംഗപ്പൂർ എത്തി. സിംഗപ്പൂരാ? സിംഗപ്പൂർ പോലെ ഒരു സ്ഥലം എന്നാ പറഞ്ഞേ. ഒന്ന് മാറിക്കേ. ഈ ബാത്റൂം എവിടെയാ? ഇതൊക്കെ എന്തിനാ ദൂരെ കൊണ്ടുവച്ചിരിക്കുന്നത്? സമയം പോയത് അറിയില്ല. അനിയ ഭക്ഷണം ഇടോ, ഭക്ഷണം കഴിച്ചിട്ട് ഓടിവാ. പന്നിയില് നാണം വിചാരിച്ചിട്ട് കാര്യമില്ല. വാ. അതുകൊണ്ട് ഇന്നത്തെ ദിവസം ലക്കി ഡ്രോ കിട്ടുന്നവർക്ക് റെയിൽവേ സ്റ്റേഷൻ, എയർപോർട്ട്, കാർ പാർക്കിംഗ്, പ്ലേ ഗ്രൗണ്ട്, സ്കൂൾ, മൾട്ടിപ്ലെക്സ്, വലിയ ഹോസ്പിറ്റൽ, അമ്പലം, ചർച്ച്, മോസ്ക്, ലൈബ്രറി, ഹോസ്റ്റൽ, ഹൈടെക് ജിം, ഇതെല്ലാം ഉണ്ടല്ലേ? ബീച്ചിന്റെ ബോർഡ് മാത്രം ഇല്ല. അനിയ ഒന്നുകൂടെ വയ്യപ്പാ. ഒരെണ്ണം ഇരിക്കല്ലേ? പിന്നെ ഇതിനോ? അനിയ ഒന്നുകൂടെ വയ്യടാ. ഇതെന്താ കല്യാണ സത്യം? അനിയ ഇനിയും വയ്യടാ.
എല്ലാം കൂടെ വാരി വലിച്ച് തിന്നോ. എല്ലാവരും ഷുഗർ ഒന്ന് ചത്തോളൂ. താങ്ക്സ് അനിയ, അതിന് ഇനി സമയമുണ്ട്. എല്ലാം ഇങ്ങോട്ട് എടുത്തോ, എല്ലാം ബാഗിൽ നിറയ്ക്കട്ടെ. വാ, വാ, എടാ, 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 എല്ലാം ഇട്, എല്ലാം ഇട്. ആ, ഇങ്ങോട്ട്. ഈ മരങ്ങൾ കായ്ക്കില്ല, തണല് കിട്ടാൻ വേണ്ടി പിടിപ്പിച്ചതാ. തണല്ലോ വല്ല കായ്ഫലമുള്ള മരം നട്ടൂടെ? അതാ പശുക്കൾ തിന്നുന്നുണ്ടല്ലോ. മനുഷ്യന്റെ കാര്യം ചോദിച്ചാൽ പശുക്കൾ തിന്നുന്നത് കാണിക്കുന്നു. സത്യം. ഞാൻ ചോദിച്ച കേട്ടില്ലേ? ചോദിച്ചതിന് മറുപടി പറഞ്ഞിട്ട് പോയാ മതി. എപ്പോ നോക്കിയാലും തീറ്റയെ കുറിച്ച് മാത്രമല്ല സംസാരം. ഞാനൊന്ന് പറഞ്ഞോട്ടെ. സത്യ 2 പ്ലോട്ട് എടുക്കുന്നു പറഞ്ഞില്ലേ, 3 പ്ലോട്ടാ എടുക്കുന്നത്. അയ്യോ, 3 പ്ലോട്ട്. അങ്ങനെയാണെങ്കിൽ മണിയണ്ണ നിങ്ങൾ തന്നെ പ്രസിഡന്റ്. ഞാൻ പ്രസിഡന്റോ? ഇവിടെ വന്നെത്തിയിട്ടുള്ള എല്ലാ സുഹൃത്തുക്കളും നിങ്ങളുടെ ബുദ്ധിയും ഒന്ന് ഇങ്ങോട്ട് ചന്തവും വേറെ ശ്രദ്ധിക്കുക. ആരുണ്ട്? നിങ്ങൾ തന്നെ മിസ്റ്റർ പ്രസിഡന്റ്. മാധവൻ 3 പ്ലോട്ടുകൾ വാങ്ങിച്ചിരിക്കുകയാണ്. എല്ലാവരും ഒന്ന് കൈയടിക്കുക. ഓഹോ, ഒന്ന് നിർത്ത്. അവൻ പ്രസിഡന്റ് അവൻ, നീയും കൈയടിക്കുന്നു. ആ, അത് ഞാൻ 4 എണ്ണം വാങ്ങും. ദാ കാശിരിപ്പുണ്ട്. ചേട്ടാ, കോർണർ ഫ്ലാറ്റ് വെക്കണേ. ഒരു പ്ലോട്ട് അവനെ ഒന്ന് കൊല്ലില്ല. താഴെയിട്. എടാ, താഴെ നിർത്തടാ. സൈറ്റ് കാണാൻ വരുന്നവരെ പൊക്കിയാ കൊണ്ട്. ഫ്ലാറ്റ് നമ്പർ 46 ഇറങ്ങിയത്. ഒന്ന് ചെക്ക് ചെയ്തേ സാറേ. ആവശ്യം പോലെ കാശുണ്ട്, എന്നെ നോക്കിക്കോ കറക്റ്റ് ആണോന്ന്. അയ്യോ, തനിക്ക് എവിടെ നിന്ന് കിട്ടി ഇത്രയും കാശ്? കുറെ കാലമായിട്ട് കിട്ടിയ കമ്മീഷനാ. ഇവിടെ അണ്ണാ, പണിയെടുത്തിട്ട് നന്നായിട്ട് കാശ് തന്നെ കിട്ടുന്നില്ല, അപ്പോഴാ തനിക്ക് കമ്മീഷൻ. എടുത്തു വെച്ചോളൂ സാർ. സർ ഒരു മിനിറ്റ്. ഒരു മിനിറ്റ് ഹോൾഡ് ചെയ്യണേ. എന്ത് സർ പറ്റി? ആ പ്ലോട്ടിന് എന്താ വില? ഇത് നിങ്ങൾക്കല്ലേ തരൂ, ഡിസ്കൗണ്ടിൽ എടുക്കാം. ചോദിച്ചു ഹലോ, നോക്കട്ടെ. ഞങ്ങൾക്ക് വേണ്ടി റേറ്റ് കുറയ്ക്കൊന്നും വേണ്ട. മറ്റുള്ളവർക്ക് കൊടുക്കുന്ന റേറ്റിൽ തന്നെ ഞങ്ങൾക്കും തന്നാ മതി. എന്താടി? അല്ല മാഡം, നിങ്ങൾ പടയപ്പ സിനിമ കണ്ടിട്ടുണ്ടോ? എന്താ? അല്ല, അതിലെ ഹീറോയിനെ പോലെയുണ്ട് നിങ്ങൾ. ഹലോ. ചേച്ചി, എന്നെ കാണാൻ സൗന്ദര്യ പോലെ ഉണ്ടെന്നല്ലേ പറഞ്ഞത്? നാഗവല്യ പോലെയാണെന്ന് കരുതാം. ഓ ലുക്കും അങ്ങനെ തന്നെ.